എറണാകുളം ജില്ലയിലെ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ആനകളെ ഉൾക്കാടുകളിലേക്ക് തിരിച്ചയക്കുന്നതിനായി എല്ലാ ഫോറസ്റ്റ് ഡിവിഷനുകളെയും ഉൾപ്പെടുത്തി സംയുക്ത യജ്ഞം സംഘടിപ്പിക്കുമെന്ന് ജില്ലയുടെ ചുമതലയുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി ചേർന്ന ജില്ലാതല നിയന്ത്രണ സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വനാതിർത്തി പ്രദേശങ്ങളിൽ മാത്രമല്ല, ജനവാസ കേന്ദ്രങ്ങളിലേക്കും ആനകൾ ഇറങ്ങുന്നുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് എല്ലാ ഫോറസ്റ്റ് ഡിവിഷനുകളും ഒന്നിച്ച് സംയുക്ത യജ്ഞങ്ങൾ നടത്തണം. ഭൂതത്താൻകെട്ട് മുതൽ നേരിമംഗലം വരെയുള്ള പ്രദേശങ്ങളിൽ ഫലപ്രദമായ രീതിയിൽ സോളാർ ഫെൻസിംഗ്, ട്രെഞ്ചിംഗ്, സോളാർ ലൈറ്റ് സ്ഥാപിക്കൽ എന്നിവയ്ക്കുള്ള നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കണം. ഏറ്റെടുത്ത ജോലികൾ പൂർത്തിയാക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന കോൺട്രാക്ടർമാരെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുന്നതിനും അവരുടെ ഡെപ്പോസിറ്റ് തുക തിരിച്ചടയ്ക്കുന്നതിനുള്ള നടപടികൾ ബന്ധപ്പെട്ട വകുപ്പുകൾ സ്വീകരിക്കണം. വനാതിർത്തിയിലെ അടിക്കാട് വെട്ടുന്നതിനുള്ള നടപടികൾ കൂടുതൽ ജനകീയമായും ജനസൗഹാർദ്ദപരമായിട്ടും നടത്തണമെന്നും മന്ത്രി പറഞ്ഞു. ഞാനിപ്പം വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇവർ ഈ കരാറുകാരൻ പിന്മാറി പോകുന്നു എന്ന് പറയുന്നതിനകത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ ന്യായങ്ങൾ പൂർണ്ണമായിട്ടും ശരിയല്ല. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ്. ഞാനിതിന്റെ പിന്നാലെ കുറെ നടന്നതുമാണ്. കരാറുകാരൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ഇത് ഏറ്റെടുക്കാനും ഇതിന്റെ മരം മുറിച്ച് ക്ലിയറൻസ് കൊടുക്കാനും ഒക്കെ പറഞ്ഞ് പിന്നാലെ നടന്നിട്ട് നിങ്ങൾ ആരും കൊടുക്കാഞ്ഞിട്ട് അവസാനം അയാൾ ഗത്യന്തരമില്ലാതെയാണ് അയാൾ കോടതിയിൽ പോയത്. ഐ ആം അവെയർ ഓഫ് ദ മാറ്റർ. ഐ ആം ഫുള്ളി അവെയർ ഓഫ് ദ മാറ്റർ. ഐ ഹാഡ് കൺവീൻഡ് മീറ്റിംഗ്സ് മൾട്ടിപ്പിൾ ടൈംസ്. ഞാൻ വാഴച്ചാലിൽ അവിടെ എല്ലാം മീറ്റിംഗ് വിളിച്ചു കൂട്ടി അവരോട് ഡയറക്ഷൻ കൊടുത്തു. അതിനകത്തൊരു സംവിധാനം ഉണ്ടാക്കാൻ പറഞ്ഞു. ആ സംവിധാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഒടുവിൽ മറ്റു മാർഗങ്ങളില്ലാതെ ഈ കരാറുകാരൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ പോയത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗം നിങ്ങൾ കോടതിയിൽ നിങ്ങൾ ക്ലിയർ ചെയ്തൊന്നും മേടിക്കുക. അപ്പം ഞാൻ പറയാം നിങ്ങൾ റൈറ്റ് ആണെന്ന്, നിങ്ങൾ ചെയ്ത കാര്യം ശരിയാണെന്ന് നമ്മൾ സമ്മതിക്കാം. കാരണം അതിനകത്ത് കൃത്യമായിട്ട് അവരെ നിങ്ങൾക്ക് അയച്ച കമ്മ്യൂണിക്കേഷനും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ജില്ലയിലെ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി വനം വകുപ്പ് മന്ത്രിയുമായി തിരുവനന്തപുരത്ത് യോഗം ചേരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജില്ലയിലെ വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും പ്രശ്നബാധിതമായിട്ടുള്ള നിയോജക മണ്ഡലങ്ങളിലെ സാഹചര്യം വിലയിരുത്താനുമാണ് യോഗം ചേർന്നത്. യോഗത്തിൽ MLA-മാരായ മനോജ് മൂത്തേടൻ, ഷിബു തെക്കുംപുറം, ജില്ലാ കളക്ടർ G. പ്രിയങ്ക, മലയാറ്റൂർ DFO കാർത്തിക് പനീർ, കോതമംഗലം DFO സൂരജ് ബെൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് K. മനോജ്, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ KA. ജോസഫ്, സ്റ്റീഫൻ റോബി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.